വെള്ളം ഒഴിച്ച് ഓടുന്ന കാറുകളായിരുന്നു ഫ്യൂച്ചറിൽ കുറച്ച് കമ്പനികൾ, ടൊയോട്ട അതുപോലെ തന്നെ ഹോണ്ട പോലുള്ള കമ്പനികൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ പുറകിന് പോയി ഇപ്പോൾ എല്ലാം ഒരുവിധം തകിടം മറിഞ്ഞ അവസ്ഥയാണ്. പക്ഷേ എന്നാലും ഒരു ഹൈഡ്രജൻ സ്റ്റേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഹൈഡ്രജൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് വാഹനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പെട്രോളും അതുപോലെ തന്നെ ഹൈഡ്രജനും ഉപയോഗിച്ച് വാഹനം ഓടും. ഹൈഡ്രജൻ വല്ലപ്പോഴും ഫില്ല് ചെയ്താൽ മതി, പെട്രോൾ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യണം. പക്ഷേ മൈലേജ് നമുക്ക് ഹൈഡ്രജൻ്റെ ഉപയോഗം മൂലം നല്ലൊരു 40 കിലോമീറ്റർ, ഇപ്പം 20 കിട്ടുന്ന ടെക്നോളജി നേരെ ഡബിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൊക്കെ ഒരുപാട് പൈസ മുടക്കി നമ്മുടെ ടൊയോട്ടയും അതുപോലെ തന്നെ ഹോണ്ടയും ഒക്കെ ചെയ്തതാണ്. അവർ രണ്ടുപേരുടെ കമ്പൈൻ ചെയ്തെന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എന്തായാലും ഇങ്ങനൊരു സ്റ്റേഷൻ വന്നത് എനിക്കൊരു വളരെ ഒരു അതിശയമായിട്ട് തോന്നി. കാരണം എല്ലാവരും ഇലക്ട്രിക്കിൻ്റെ പുറകിന് പോകുമ്പോൾ ഹൈഡ്രജൻ ഹൈബ്രിഡ് ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജൻ ബേസ് ചെയ്ത എല്ലാവരും പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും സംഭവം ഇലക്ട്രിക്കിനേക്കാളും കൂടുതൽ ഈക്കോ ഫ്രണ്ട്ലി ഹൈഡ്രജൻ തന്നെയാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. അപ്പം വെള്ളം ഒഴിച്ചോടുന്ന കാറ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ പ്രാവർത്തികമാകുന്നത്.